തിരക്കേറിയ നഗര ജീവിതത്തിൽ നിന്നും മാറി കുറച്ച് ദിവസം ചിലവിടാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മിൽ പലരും. അങ്ങനെ ചിലർ പ്രകൃതിയോട് ചേർന്നതും തിരക്ക് കുറഞ്ഞതുമായ ഇടങ്ങളിൽ സ്ഥലം വാങ്ങി വീട് വെക്കാറുണ്ട്. വാരാന്ത്യങ്ങൾ അവർ ചിലവിടുന്നത് അവിടെയാണ്. അത്തരത്തിലുള്ള ഒരു വീടാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഏവർക്കും മിയാൽന ഡ്രീം ഹോംസിലേക്ക് സ്വാഗതം. പനോരമ ഹൗസ് എന്ന നാമകരണം ചെയ്യപ്പെട്ട ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഫിലിപ്പീൻസിലാണ്. ജിം കാമറോൺ ഡിസൈൻ എന്ന സ്ഥാപനമാണ് ഇതിന്റെ രൂപകൽപ്പന നിറവേറ്റിയിരിക്കുന്നത്. 2019 പണി കഴിപ്പിച്ച വീടിന്റെ ആകെ വിസ്തീർണം 200 ചതുരശ്ര മീറ്ററാണ്. തിരക്കേറിയ മാനിലയിൽ നിന്ന് 3 മണിക്കൂർ അകലെയുള്ള വീട് ഒരു വാരാന്ത്യ വിശ്രമ കേന്ദ്രമാണ്. നഗരത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന്റെ രൂപമായി വാരാന്ത്യങ്ങൾ വിശ്രമിക്കാൻ ഒരു സ്ഥലം കക്ഷി ആഗ്രഹിച്ചു. മെഡിറ്ററേനിയൻ ശൈലിയിലുള്ള സാധാരണ ഫിലിപ്പിനോ രീതിയിൽ പൊതുവായ പ്രവേശന കവാടമുള്ള ഒരു കൂട്ടം വീടുകൾക്കിടയിലാണ് പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. പരിമിതമായ വരവ് ചെലവ് മതിപ്പിൽ അയൽക്കാരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വീട് രൂപകൽപ്പന ചെയ്യാൻ കക്ഷി ജിം കാമറോണിനോട് ആവശ്യപ്പെട്ടു. വസ്തുവിന്റെ വിസ്തീർണം 300 ചതുരശ്ര മീറ്ററാണ്. ചിലവ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി കെട്ടിടത്തിന്റെ കാൽപ്പാടുകൾ 100 ചതുരശ്ര മീറ്ററായി ചുരുക്കി. പദ്ധതിക്ക് 2 വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. ആദ്യം, ക്രമീകരണം കക്ഷിയുടെ മാനിലയിലെ ഉപനഗരിയായ വീട്ടിൽ നിന്ന് വ്യത്യസ്തമല്ല. ടാഗഡെ പട്ടണത്തിന്റെയും അഗ്നിപർവ്വതം നൽകുന്ന കാഴ്ചകളും ആസ്വദിക്കാൻ ഒരാൾ ഗ്രാമത്തിന് പുറത്ത് വാഹനം ഓടിക്കണം. കെട്ടിടത്തിന്റെ കാൽപ്പാടുകളുടെ വിസ്തീർണം 100 ചതുരശ്ര മീറ്ററായി കുറയ്ക്കുമ്പോൾ വീടെങ്ങനെ ഒരു വാരാന്ത്യ ഭവനമായി അനുഭവപ്പെടുമെന്നതാണ് രണ്ടാമത്തെ ധർമ്മസങ്കടം. അതിനെ വിശാല ദൃശ്യ ആശയം എന്ന് വിളിക്കുകയുണ്ടായി. വസ്തുവിലുടനീളം പുൽത്തകിട് ഒഴികെയുള്ള പരിസര പ്രദേശങ്ങളിൽ വീണ്ടെടുക്കൽ കാഴ്ചകൾ ഒന്നുമില്ലാഞ്ഞതിനാൽ വീടിന് അതിൻ്റെതായ ഒരു ലോകമുണ്ടായിരിക്കുമെന്ന് വാസ്തുശില്പി നിർദ്ദേശിച്ചു. അന്തർമുഖമായ സന്ദർഭം എന്നാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചത്. തിരശ്ചീന മുറിവുകളുള്ള മാത്രയായാണ് വാസ്തുശില്പി അതിനെ സങ്കല്പിച്ചത്. കാഴ്ചകൾ, വായുസഞ്ചാരം, വിപുലീകൃത ഇടം എന്നിവയ്ക്കായി ഭൂമിക്കൊരു പിളർപ്പ്, കാറ്റിന്റെ ചുറ്റുസഞ്ചാരം, പുറം കാഴ്ചകൾ എന്നിവയ്ക്കുള്ളതാണ് രണ്ടാമത്തെ നില. ഫിലിപ്പീൻസിൽ വേനൽക്കാലത്ത് വളരെ ചൂട് അനുഭവപ്പെടുന്നതിനാൽ കാറ്റിന്റെ ചക്രമണം പ്രധാനമാണ്. വസ്തുവിന്റെ അതിർത്തി എത്തുമ്പോൾ 1.5 മീറ്റർ താഴ്ചയുള്ള വസ്തു ചെറുതായി ചരിഞ്ഞിരിക്കുന്നു. സജീവമുറി, ഭക്ഷ്യമുറി എന്നിവ 1 മീറ്റർ താഴ്ചയ്ക്ക് മുങ്ങാൻ ഇത് അവസരമൊരുക്കി. പുൽത്തകിടിൽ നിന്നുള്ള കാഴ്ചകൾ ആധാരമാക്കി തലത്തിൽ നൽകിയിരിക്കുന്നു. പ്രവേശന സ്ഥലത്തെ സജീവ മുറിയുമായി ബന്ധിപ്പിക്കുന്ന ഘട്ടങ്ങൾ ഉച്ചതിരിഞ്ഞുള്ള ഒരു സ്ഥലമാക്കി മാറ്റി. കാരണം ഫിലിപ്പിനോകൾ കുട്ടികളെ ഉച്ച കഴിഞ്ഞുറങ്ങാൻ പ്രേരിപ്പിക്കുന്നു. വെളുത്ത കല്ലുകൾ നിറഞ്ഞ പൂന്തോട്ടത്തിൽ നിന്ന് കാറ്റിനും കാഴ്ചകൾക്കുമായി സജീവ മുറി പൂന്തോട്ടത്തിലേക്ക് വികസിക്കുന്നു. ദൈനംദിന അറ്റകുറ്റപ്പണികൾ കാരണം പുല്ലിനു പകരം പാറകൾ ഉപയോഗിക്കുന്നത് തിരഞ്ഞെടുത്തു. വെളുത്ത പാറകൾ അന്തരീക്ഷത്തെ പ്രകാശപൂരിതമാക്കുന്ന പ്രകാശം കുതിച്ചു കയറുന്നതിനാൽ ഭൂപ്രകൃതി പ്രദേശത്തെ കൂടുതൽ അസാമാന്യമാക്കും. ഉച്ചകഴിഞ്ഞ് 2 മുതൽ 4 വരെ സജീവ സ്ഥലത്തെ സൂര്യനിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി താഴത്തെ നിലയുടെ പടിഞ്ഞാറേ ഭാഗത്താണ് മതിൽ.
മേഖലകൾ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. ഇരുപ്പുമുറിയിൽ ഒരു ഉയർന്ന മച്ചുണ്ട്. ചൂടാകുന്ന പ്രഭാതത്തിൽ നിന്നും താഴത്തെ നിലയുടെ ആഴത്തിലുള്ള വിശാലമായ മേലാപ്പ് ഉപയോഗിച്ച് സ്ഥലം സംരക്ഷിക്കുന്നു. വിഭജനങ്ങൾ ഒരു നിശ്ചിത ഉയരത്തിൽ പരിമിതപ്പെടുത്തിയത് ക്ലസ്റ്റർ ജാലകങ്ങൾ ഉൾക്കൊള്ളാനും വായുവിനെ കടന്നുപോകാൻ അനുവദിക്കാനുമാണ്. ഓവണി കിണറിലെ കുറച്ച് സ്ഥലം കൈവശപ്പെടുത്തി പ്രധാന കിടപ്പുമുറി വിപുലീകരിച്ചു. ഇത് കക്ഷിയുടെ 4 വയസ്സുള്ള മകൾക്ക് ഒരു കളിസ്ഥലമായി മാറി. കളിസ്ഥലത്തെ ജാലകങ്ങൾ പടിക്കെട്ട് മറച്ചു വെച്ചിരിക്കുന്നു. ഇത് 2ാം നിലയിലെ സാധാരണ പ്രദേശങ്ങളെ തണുപ്പിക്കുന്ന കാറ്റിന്റെ തുരങ്ക പ്രഭാവം അനുവദിക്കുന്നു. പടിഞ്ഞാറൻ മതിലുകളുടെ ചെറിയ റിബൺ ജാലകങ്ങളിലേക്ക് കാറ്റ് ചുറ്റിക്കറങ്ങുമ്പോൾ പടിക്കെട്ടുകളുടെ താഴേക്കും മുകളിലേക്കും വായു അനുഭവപ്പെടും. സ്ഥലപരിമിതികൾ ഗവനിക്കാതെ എങ്ങനെ ഒരു നല്ല വീട് ഉണ്ടാക്കാം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണിത്. വ്യത്യസ്തതയും പുതുമയുമാർന്ന പുതിയൊരു വീടുമായി കാണാമെന്ന പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.